നമ്മുടെ മധ്യമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 6 തൊട്ടുള്ള വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നമുക്കറിയാം, തർസോസുകാരനായ ശൗൽ ഒരു ശൂരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ കേട്ടു. നമ്മൾ പലരും ഇവിടെ US സിറ്റിസൺസാണ്. പ്രായമുള്ളവരൊക്കെ പലരും ഇവിടെ ജനിച്ചവരല്ല, ഇന്ത്യയിൽ ജനിച്ചവരാണ്. എന്നാൽ നമ്മൾ സിറ്റിസൺസാണ്. അതിന് നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയും. നമ്മൾ അപ്ലൈ ചെയ്ത് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് പോലെയുള്ള ഒന്നാണോ അതിൽ ഉയർന്നതോ ആയ ഒരു അവസ്ഥയാണ് റോമൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ. ആ റോമൻ സിറ്റിസൺഷിപ്പിൽ അദ്ദേഹം സെഞ്ചൂര്യനോട് പറയുന്നത് ഇങ്ങനെയാണ്. സെഞ്ചൂര്യൻ എന്ന് പറയുമ്പം 100-ൻ്റെ അധിപൻ. ഞാൻ റോമൻ സിറ്റിസണാണെന്ന് പറയുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസർ, സഹസ്രാധിപൻ, ഒരു മേയറുടെയോ അല്ലെ അതിലുപരിയായിട്ടുള്ള പൊസിഷനുള്ള ഒരു വ്യക്തിയാണ് മിലിറ്ററിയുടെ. അദ്ദേഹം വന്ന് പിടിച്ചു ചോദിച്ചു, നീ റോമൻ സിറ്റിസൺ ആണോ? അന്നേരം പൗലോസ് പറയാം, അതെ, അത് ഞാൻ റോമൻ സിറ്റിസണാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് തുക കൊടുത്ത് ഈ സിറ്റിസൺഷിപ്പ് വാങ്ങിയതാണെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, അങ്ങനെയല്ല, ഐ ആം എ ബോൺ സിറ്റിസൺ, ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു. അന്ന് റോമൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രതാപവാനായ സോൾ, വെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ വെൽത്തൊക്കെ അസസ് ചെയ്ത് മോഡേൺ ടെർമിനോളജി പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പൻ കപ്പൽ ഉടമയായിരുന്നെന്നും കപ്പൽ ബിൽഡ് ചെയ്ത് വിൽക്കുന്ന വലിയ ബിസിനസ്സുകാരനായിരുന്നെന്നും. ഏതാണ്ട് ഇന്നത്തെ കണക്ക് കൂട്ടലിൽ ഒരു $12 ബില്യൺ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്വത്തിന് ഉടമസ്ഥനായിരുന്നു പൗലോസിൻ്റെ അപ്പൻ. ആ സ്വത്തൊക്കെ ലഭിച്ച ഒരു വലിയ ധനാഠ്യനായ പുത്രനായിരുന്നു സോൾ എന്നൊക്കെയുള്ള സ്റ്റോറി കേട്ടിട്ടുണ്ട്. എന്നാൽ ധനമുണ്ടെന്ന് കരുതി അദ്ദേഹം വിദ്യാഭ്യാസമൊന്നും ചെയ്യാതിരുന്നില്ല. യഹൂദ മര്യാദ അനുസരിച്ചുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ജീവിച്ചു. പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു നിഷ്കളങ്കമായ രീതിയിൽ തോറ അല്ലെ തൗറാത്ത് അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഒരു ശൗര്യമുള്ള മനുഷ്യൻ. യഹൂദ മതത്തിന് വിപരീതമായിട്ടുള്ള ഉപദേശത്തോടുകൂടി നാസറീൻ്റെ വിഭാഗം വരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു. ഈ എതിർ ഗ്രൂപ്പിനെ ഒതുക്കണം. അദ്ദേഹം അന്നത്തെ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ക്രിസ്ത്യൻസിനെയൊക്കെ തടവിലാക്കാൻ. അനേകരെ തടവിലാക്കി. അദ്ദേഹത്തിന് അധികാരപത്രമുണ്ട്. അനേകരെ ഉപദ്രവിച്ചു, കൊല്ലിച്ചു. ഇങ്ങനെയുള്ള ശൂരനായ ഒരു യൗവനക്കാരൻ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ശൂര പരാക്രമി കടന്നു പോവുകയാണ്. തർസൂസിലെ ക്രിസ്ത്യാനികളുണ്ടെന്ന് കേട്ടു. അവരെയൊക്കെ പിടിച്ചു കെട്ടി തടവിലാക്കാനും ഉപദ്രവിക്കാനുമുള്ള തൽപരതയോടുകൂടി അദ്ദേഹം പോകുകയാണ്. അപ്പോഴാണ് സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന ദിവ്യ തേജസ്സിൽ ദൈവം കർത്താവ് അവന് പ്രത്യക്ഷനായി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താന്നുള്ള ശബ്ദം കേട്ടു.
അദ്ദേഹം ഒരു മറു ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന നസ്രനായ യേശുവാണ് ഞാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു തലച്ചോറിലൊരു ശസ്ത്രക്രിയ ലഭിച്ച് ഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡിൽ പോകുന്ന പോലെ ഒരു മസ്തിഷ്ക എന്താ പറയുന്നത്, പ്രക്ഷാളനം നടത്തിയിട്ട് ആട്ടുകുഞ്ഞിനെ തിന്നാൻ വരുന്ന ചെന്ന ആടിനെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയനായിത്തീരുന്നത് പോലെയുള്ള വ്യതിയാനം വന്ന് അദ്ദേഹം മാറുകയാണ് ആ യാത്രയിൽ. എന്നാൽ ഇന്ന് ആ യാത്രയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. തൻ്റെ യൗവനമൊക്കെ പോയി. ആ യൗവനത്തിൽ അദ്ദേഹം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ എല്ലായിടവും കടന്നു ചെന്ന് നസ്രനായ യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവപുത്രൻ, അവനിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ, മറ്റൊരുത്തനും രക്ഷയില്ലെന്നുള്ള സന്ദേശത്തെ സത്യമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ അദ്ദേഹം കാട്ടിക്കൊടുത്തു. ജ്ഞാനിയായ അദ്ദേഹം യഹൂദന്മാരുടെ വാഗ്വാദങ്ങളെ എതിർത്ത് നിന്ന് അതിനെ തോൽപ്പിക്കുവാനിടയായി. അങ്ങനെയുള്ള ഈ വ്യക്തി ഇപ്പോൾ റോമൻ തടവിലായിരിക്കുന്നു. ഇപ്പോൾ റോമിലാണ്. തൻ്റെ അവസാനത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം എഴുതുകയാണ്. ഹല്ലേലൂയ. തൻ്റെ മരണത്തിൻ്റെ ആ വിവരണം താൻ കിടക്കുന്ന മുറിയുടെ ചുവരിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന ദിവസം ഇത്രാം തീയതി ഇവൻ്റെ ഗളം ഛേദിക്കപ്പെടും, അല്ലെ കഴുത്ത് വെട്ടപ്പെടും എന്നുള്ള വാർത്ത. അതിനെ കണ്ടുകൊണ്ട് അദ്ദേഹം തിമോത്തിയോസിന് അവസാനമായിട്ട് എഴുതുന്ന ലേഖനമാണ് 2 തിമോത്തി. ആ തിമോത്തിയോ അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഒരു നല്ല കോൺഫിഡൻസോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അദ്ദേഹം തൻ്റെ തലയുടെ പുറകിലെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് നോക്കുക, ഡേറ്റ് ഇത്രാം തീയതിയാണ് ഗളച്ഛേദം. അതുകൊണ്ട് കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്നിട്ട് ധൈര്യപൂർവ്വം അഭിമാനത്തോടുകൂടി അദ്ദേഹം എഴുതുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയുടെ നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടുകൂടാണ് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്ര എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതാണെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. ഞാനൊരു ഭക്തനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെക്കാളൊക്കെ ആത്മീയതയിൽ ഉയർന്നവനും വളരെയധികം വിശുദ്ധിയുടെ പാത കീപ്പ് ചെയ്തവനുമായ ഒരുത്തനാണ്. അങ്ങനെയുള്ള പൗലോസ് പറയുന്നു, ഞാൻ 1 കുറകെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറേറ്റു, എനിക്ക് കടലിൽ ആപത്തുകൾ ഉണ്ടായിട്ടുണ്ട്, കരയിൽ ആപത്തുണ്ടായിട്ടുണ്ട്, എനിക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പൈതാഹം ഉണ്ടായിട്ടുണ്ട്. അനേകവിധമാകുന്ന കഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അന്ന് ആ ക്ലേശസമ്പൂർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം പിറുപിറുത്തില്ല. നമുക്കറിയാം, അദ്ദേഹത്തെയും ശീലാസിനെയും ഒന്നിച്ച് തടവിലാക്കുന്ന സമയം അടിയേറ്റു, ദേഹത്തൊക്കെ മുറിവുണ്ട്, രക്തം ഒലിക്കുന്നുണ്ട്. പക്ഷേ പിറുപിറുപ്പ് നമ്മളവിടെ കാണുന്നില്ല പൗലോസിലും ശീലാസിലും. അവർ പറയുക, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. മനോഹരമായ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബന്ധനങ്ങൾ മാറുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ബന്ധനം അകലാൻ ബെസ്റ്റ് മാർഗം ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, കർത്താവിന് പുകഴ്ചയും ആരാധനയും കരയറ്റുക. ക്ലേശ സമ്പൂർണമായ അന്തരീക്ഷത്തിലും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിപ്പാൻ നമ്മുടെ സ്തുതിയും സ്തോത്രവും പര്യാപ്തമാണ്. ദൈവം അവ കേൾക്കുകയും പരിഹാരം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ട്രഗിൾ ഇല്ലാത്ത ജീവിതമായിരുന്നില്ല പൗലോസിനുണ്ടായിരുന്നത്. There will be struggles, there will be problems in the life of a believer, but there will be a victory. That is what we see in both the Old Testament and in the New Testament.
നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് ഒരു മഹാവലിയ പ്രവാചകനായിരുന്നെന്ന് പറയും, നമ്മൾ പ്രശംസിക്കും. എന്നാൽ ഏലിയാവിന് വളരെയധികമായ പ്രതികൂലങ്ങൾ, സ്ട്രഗിൾസ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആഹാബ് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒളിവിൽ അദ്ദേഹം പാർക്കുന്നുണ്ട്. മഹാദാരിദ്ര്യം ദേശത്തെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒരു കാക്കയെ ദൈവം നിയോഗിക്കുന്നു ഭക്തന് ഭക്ഷണം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളില്ലാത്തവനായിരുന്നില്ല ഏലിയാവ്. ഒടുവിൽ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലി എന്നോണം രാജ്ഞി പറഞ്ഞു, നാളെ ഈ സമയത്ത് ഏലിയാവിന് കഴുത്തിന് മേളിലൊരു തല കാണത്തില്ല. അവൾ ഓർഡർ കൊടുത്ത് വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഏലിയാവ് പ്രശ്നപൂരിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഭക്തനായ ഏലിയാവ്. എന്നാൽ അദ്ദേഹം ധീരനല്ലേ? പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവൻ, പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കുന്നവൻ, ദൈവത്തിൻ്റെ ഭക്തനായ മനുഷ്യൻ, അധികാരമുള്ള വ്യക്തി, ആത്മീയമായ ശക്തിയുള്ള മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിനും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, വേദനിപ്പിക്കുന്ന അന്തരീക്ഷങ്ങളുണ്ടാകാം. അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം. എല്ലാ തലത്തിലും സ്ട്രഗിൾസ് ഒരു ഭക്തൻ്റെ, ഒരു ഭക്തയുടെ ജീവിതത്തിൽ കടന്നു പോകാം. എന്നാൽ തളരാതെ നാം നിൽക്കുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ, ഏലിയാവിനെ വിടുവിച്ച ദൈവം നമ്മുടെ ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ പൗലോസിനെ കാത്ത കർത്താവ് നമ്മുടെ കർത്താവാണ്. ഇവിടെ പൗലോസ് ധൈര്യപൂർവ്വം പറയുകയാണ്, ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഞാൻ വിശ്വാസം കാത്തു. ഹല്ലേലൂയ. കാരണം എന്താ? പ്രതികൂലങ്ങളുടെ നടുവിലും അദ്ദേഹം വലുതായിട്ടുള്ളതിനെ കാണുന്നു. എനിക്ക് എൻ്റെ കർത്താവ് നീതിയുള്ള ഒരു കിരീടം തരും. എനിക്ക് സ്ട്രഗിൾസ് ഉണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നീതിയുള്ളവനായ നാഥൻ എനിക്ക് നീതിയുടെ കിരീടം നൽകും എന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, കർത്താവിൻ്റെ വരവെങ്കിൽ പ്രത്യാശ വെച്ചാൽ ഏവർക്കും അത് ലഭിക്കും. എനിക്ക് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഏവർക്കും ലഭിക്കും. ആ വലിയ പ്രതീക്ഷ, ആ വലിയ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ എന്ന ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നത്. എന്താ കാരണം? ഗോഡ് ഈസ് ഗുഡ്. നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മുടെ കർത്താവ് വല്ലഭനാണ്. അവൻ തന്നെ മക്കളോട് കരുണയുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പരിവർത്തനം ലഭിക്കുന്ന അവസ്ഥ കാണുന്നത്. ആ ദർശനം പ്രാപിച്ചിട്ടുള്ള പൗലോസ്, സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ടുള്ള പൗലോസ് ഫിലിപ്പി ലേഖനം 3:7 ഇങ്ങനെ പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. തനിക്ക് ലാഭമായ പല കാര്യങ്ങളുണ്ട്. എരിവ് നിമിത്തം പരീശനാണ്. ബെന്യാമിൻ ഗോത്രം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠരായി കണക്കാക്കപ്പെട്ട ഒരു ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രക്കാരൻ. കാരണം ഇസ്രായേൽ ജാതിയിൽ ആദ്യം ഒരു രാജാവ് ലഭിക്കുന്നത് ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലായിരുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് പാരമ്പര്യമുള്ള ഒരു ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. അതിൽ ഞാൻ ജനിച്ചവനാണ്. 8-ാം ദിവസം പരിച്ഛേദനയേറ്റവൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ പീഡിപ്പിച്ചവൻ, പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്നൊക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഭൗമികമായി ലാഭമായതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നുണ്ടെന്നു. നമുക്ക് സ്വർഗീയ ദർശനം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭൗമികമായ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആത്മീയം എന്ന് ഗ്രഹിച്ചാൽ, നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിൽ നാം വെച്ചാൽ, നമുക്ക് മറ്റുള്ളതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുകയില്ല. ഇൻഫീരിയറായിട്ട് മാത്രമേ കാണൂ. ഇന്ന് നമ്മൾ വിലപ്പെട്ടതായി കാണുന്ന പല കാര്യങ്ങൾക്കും ക്രിസ്തുവിൽ ഫോക്കസ് വെക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവാണ് അതിലൊക്കെ ശ്രേഷ്ഠം എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നേറുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഉണർവുണ്ടാകണം. ആ ഉണർവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉണർവ് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും. അത് വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും ഉണർവില്ലെന്ന് വിചാരിച്ചു. ഒരു വ്യക്തിക്ക് എനിക്ക് യേശുവുമായിട്ട് അടുത്ത് ജീവിക്കണമെന്ന് ബോധം വന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണർവ് വന്നു കഴിഞ്ഞു.
ആ വ്യക്തിയിൽ ഉണർവ് വന്നു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മതപരമായ അറിവൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല പൗലോസ് ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ഇറങ്ങിയത്. യഹൂദ മതത്തിൽ നല്ല പാരമ്പര്യമുള്ളവനാ, പഠിത്തമുള്ളവനാ. ഒരു PhD ഈക്വലൻ്റായിട്ടുള്ള സ്റ്റഡീസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗമാലിയൽ എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു ഗുരു അന്ന് ആ കാലത്തില്ല. അദ്ദേഹത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് യഹൂദമതം നല്ല രീതിയിൽ പഠിച്ചവനാണ്. എന്നാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഈ ക്രിസ്തുവാണ് യഥാർത്ഥ മശിഹ എന്ന്. ആ യഥാർത്ഥ മശിഹ ക്രിസ്തുവാണെന്ന് ബോധം വന്ന പൗലോസിന് പിന്നെ ബാക്കിയുള്ളതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് അറിവില്ലാഞ്ഞിട്ടോ മതപാണ്ഡിത്യമില്ലാഞ്ഞിട്ടോ അല്ല, എന്നാൽ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ, പേഴ്സണലായിട്ടുള്ള ഒരു മുഖാമുഖമായിട്ടുള്ള ഒരു ദർശനം ക്രിസ്തുവുമായിട്ട് വരുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും. നിരാശാത്മകമായ വിഷയമൊന്നും പിന്നെ വരത്തില്ലെന്നൊന്നും അതിനർത്ഥമൊന്നുമില്ല. അതൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പൗലോസിന് വന്നല്ലോ, ഏലിയാവിന് വന്നല്ലോ. എനിക്കുണ്ടാകും, നിങ്ങൾക്കുണ്ടാകും പ്രശ്നങ്ങൾ. എന്നാൽ അവയെ അതിജീവിക്കുവാനുള്ള ഒരു വലിയ ധൈര്യവും ആത്മാവിലുള്ളൊരു എരിവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഈ ഒരു ഗ്രേസ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുകയാണ്. ഗ്രേസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ആദ്യം തൊട്ടെടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എത്ര റിലീജിയസ് ആയിട്ടുള്ള മനുഷ്യനും ദൈവത്തോട് സമാധാനം ഇല്ല, കാരണം അവൻ പാപിയാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, നമ്മുടെ സഫറിങ്ങിനെക്കുറിച്ച് പറയുകയാണ്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സൃത്തത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പൗലോസിൽ കാണുന്നത്. നമുക്കൊക്കെ നാണക്കേടാ, അയ്യോ കഷ്ടം വന്നോ, അപ്പോൾ പിന്നെ ആളുകൾ വിചാരിക്കും എൻ്റെ ആത്മീയം കുറവാണെന്ന് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. കഷ്ടത സിദ്ധതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പം കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. എൻ്റെ ദൈവം സഹിഷ്ണുത ലഭിക്കുവാൻ, എൻ്റെ ദൈവം തന്നോട് അനുരൂപമാക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ട ചില വിഷയങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ തളർന്നു പോകയില്ല. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന പൗലോസിനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തേണ്ടതിന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുകയാണ്. സഹിഷ്ണുത ഉളവാക്കുന്നു. രോഗം നമ്മെ സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കുന്നു. ഒരു പ്രശ്നമില്ലാത്തവൻ അഹങ്കാരിയായിരിക്കാം, എന്നാൽ ഒരു വേദനയിലൂടെ, കഷ്ടതയിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവൻ അവൻ അല്പം തൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി അവൻ്റെ ജീവിതത്തിനൊരു പരിവർത്തനം വരികയാണ്. താഴ്മയും വിനയമുള്ളവനായി അവൻ തീരുന്നു. പൗലോസിൻ്റെ കഷ്ടതകളെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തവരല്ല. അദ്ദേഹത്തിന് അതികഠിനമായ ശാരീരിക ദണ്ഡനം ഉളവാകത്തക്ക രീതിയിലുള്ള രോഗമുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. വേദനയുണ്ടായിരുന്നു. എന്നാൽ ആ സഹികെട്ട് വേദനയുള്ള മനുഷ്യൻ പറയുക, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ. പൗലോസിന് കിട്ടിയ മറുപടി എന്താ? എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൃപ തന്ന് കർത്താവ് നമ്മെ വഴി നടത്തുന്നുണ്ടല്ലോ. അതിനായി നമുക്ക് സ്തുതി കരേറ്റാം, നമുക്ക് നന്ദി കരേറ്റാം. നമുക്ക് സൗഖ്യം തരാൻ അവൻ മതിയായവനാണ്, അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മളെ വഴി നടത്തുന്ന കർത്താവ് ജീവിക്കുന്നു, നമുക്കവനെ സ്തുതിക്കാം. റോമാലേഖനം 5-ന്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഇനി 7 തൊട്ട് 10 വരെയുള്ള വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. Praise the Lord. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു
മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടതയുടെ നടുവിലും കർത്താവിൽ പ്രശംസിക്കുന്ന ഒരു അപ്പോസ്തലനെയാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എനിക്ക് കൃപ ലഭിക്കണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ 19-20 വാക്യങ്ങളിൽ. എഫെസ്യ ലേഖനം 6-ന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് കൊടുക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പേ. അപ്പോൾ പൗലോസിന് പ്രാർത്ഥിക്കാനുള്ളത് ഇതാണ്: എനിക്ക് വേണ്ടി നിങ്ങൾ കൂടുതലൊന്നും പ്രാർത്ഥിക്കേണ്ട, എന്നാൽ ഞാൻ ചങ്ങല ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എഫെസ്യ ലേഖനം എഴുതുന്നതും പ്രിസണിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്, എൻ്റെ കയ്യിലും കാമ്പലിലും ഒക്കെ ചങ്ങലയുണ്ട്, ആമത്തിലാണ് ഞാൻ കിടക്കുന്നത്. ചങ്ങല ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്ഥാനാപതിയായിരിക്കുന്ന ഞാൻ ചങ്ങലയൊക്കെ എനിക്കുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനാപതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അംബാസഡറാണ്. ആണല്ലേ? അതാണ് അദ്ദേഹം ഫെലിക്സിനോട് സംസാരിക്കുമ്പോൾ മഹാശ്രീ ഫെലിക്സേ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാണ്, എൻ്റെ ചങ്ങല ഒഴിച്ച് നീ സകലത്തിലും എന്നെപ്പോലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിനക്കൊരു ചങ്ങല കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ഈ ചങ്ങല ഒഴിച്ച് സകലത്തിലും നീ എന്നെപ്പോലെ ആയിത്തീരുവാൻ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ജനത്തിൻ്റെ പ്രഭുവിനോട് പറയുക. ലജ്ജയില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഇവിടെ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ കണ്ടത് എന്താ? ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനാപതിയാണ്. അപ്പം വചനം കേൾക്കുന്നവരിൽ പരിവർത്തനം ഉളവാകത്തക്കവണ്ണം അത് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിൽ വ്യാപരിക്കണം. അത് പറയേണ്ടവണ്ണം പറയുവാൻ എനിക്ക് കൃപ ലഭിക്കണം. അതിനുവേണ്ടി നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ചങ്ങല പോകാനൊന്നും പ്രാർത്ഥിക്കേണ്ട. എനിക്ക് കൃപ ലഭിക്കണം, വചനം പ്രഘോഷിക്കണം. അത് തടവിൽ കടന്നായാലും സത്യസുവിശേഷത്തെ ശക്തമായി വ്യക്തമായി എനിക്ക് പ്രസ്താവിക്കണം. അതിനുള്ള കൃപ ലഭിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനും പ്രാർത്ഥിക്കും. ഒരു അപ്പോസ്തലനാണെങ്കിലും അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസിന് വേണ്ടി പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ എനിക്ക് വേണ്ടി എത്രയധികം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മൾ കാണുന്നത്. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥന അനിവാര്യമാണ്. എന്നാൽ ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസപ്പോയിൻറ്റഡ് ആകാൻ പാടില്ല, നിരാശരാകാൻ പാടില്ല. പ്രതികൂലം വന്നതിനെന്താ? മുമ്പേ ബാലംബ്രദർ പറഞ്ഞതുപോലെ പരീക്ഷ ഉണ്ടായാലേ എല്ലാ പരീക്ഷയും ജയിക്കാനൊക്കെ ഉള്ളൂ. പരീക്ഷ ഉണ്ടായാലേ പരീക്ഷ ജയിക്കാനൊക്കെ ഉള്ളൂ. പരീക്ഷ ജയിക്കുന്നതൊരു വിജയമാണ്. പരീക്ഷ ഇല്ലാതെ എവിടാ ജയം? അയ്യോ എനിക്ക് പരീക്ഷയായിരുന്നു, എന്നെ പിശാച് പീഡിപ്പിച്ചു, അതാണ് പണ്ട് സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര്? അയ്യോ കഴിഞ്ഞ ആഴ്ച മുഴുവൻ അങ്ങ് പരീക്ഷയായിരുന്നു. പരീക്ഷയോടുകൂടെ ദൈവം എന്ത് ചെയ്യും? നീക്കുപോക്ക് തരും. പരീക്ഷ ജയിപ്പാനുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം അതിനുള്ള ബലമില്ലയോ? അതിൽ കൂടിയ ബലം കർത്താവ് തരും. പരീക്ഷ നിനക്ക് സഹിക്കാൻ കെപ്പില്ലയോ? പരീക്ഷയിൽ നിന്ന് നീക്കുപോക്ക് തരും. ഇതാണ് ഒരു ഭക്തനെ താങ്ങുന്ന ദൈവകൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ പരീക്ഷിക്കപ്പെട്ടു, ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നതല്ല സാക്ഷ്യം. പരീക്ഷയെ ജയിക്കുവാനുള്ള ബലം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെ. അതിനെ വിജയിക്കുക. നമുക്ക് നേരിടാനുള്ള കെപ്പില്ലയോ? നീക്കുപോക്ക് തരും. ഇയ്യോബിന് അതിനുള്ള കെപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നീക്കുപോക്കൊന്നും കൊടുത്തില്ല. പരീക്ഷിച്ചോട്ടെന്ന് കണ്ടു കർത്താവ്. എൻ്റെ ഭക്തനെ എത്തറ്റം വരെ പിശാചിന് കൊണ്ടുപോകാൻ പറ്റും, എൻ്റെ ഭക്തനെ ജയിക്കുവാൻ അവന് കഴിയില്ല. ഈ ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പത്രോസിൻ്റെ കാര്യത്തിൽ കർത്താവിന് അത്രയും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് പിതാവേ ഇവനെ വീഴാതെ കാത്തോണേ എന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് തന്നെ തൻ്റെ ക്രൂശിനോട് അടുത്തിരിക്കുകയാണ്. എന്നാൽ പത്രോസിൻ്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് അവന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിനു മഹത്വം. അവൻ നമ്മെ കാക്കും, പരിപാലിക്കും. ഹല്ലേലൂയ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലൊരു വാക്യമുണ്ട്. അതിൻ്റെ 4-ാം അധ്യായം 16-17 വാക്യത്തിൽ അവിടെ പറയുന്നത്, അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. അതാണ് അതിൻ്റെ കണ്ടൻസ്.
2 കൊരിന്തി 4:16-17 വായിച്ചു എടുത്തെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഉടനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനുമതിയായി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ പ്രശ്നങ്ങളുടെ കൂടെ നമ്മൾ കടന്നാലും ഈ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചെന്ന് വരാം, പക്ഷേ അകമേയുള്ള മനുഷ്യന് പുതുക്കം ലഭിക്കുകയാണ്, അവന് വളർച്ച ലഭിക്കുകയാണ്, അവൻ ഉയർച്ച ലഭിക്കുകയാണ് എന്ന് മാത്രമല്ല തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കാനിടയാകുന്നു. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, അദ്ദേഹത്തിന് ഷുവറായിട്ടൊരു കാര്യം തീർത്ത് പറയാൻ കഴിയുന്നത് ഇതാണ്: എനിക്കിനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ഉറപ്പ് നമുക്കുണ്ടോ? നീതിയുടെ കിരീടം എനിക്ക് കർത്താവ് തരും. ഐ വിൽ ഗെറ്റ് ഇത് ക്രൗൺ ഓഫ് റൈറ്റ്യസ്നെസ്. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം, ഈ ധൈര്യം നമുക്കുണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു, ഞാൻ അവനെ മുഖാമുഖമായി കാണും. ഈ വലിയ പ്രതീക്ഷയിൽ, ഈ വലിയ പ്രത്യാശയിൽ, ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കേവർക്കും ദൈവം ഇടയാകട്ടെ. അവൻ്റെ സ്ഥാനാപതികളായി ലജ്ജ കൂടാതെ അവൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ, ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഗോഡ് ബ്ലെസ് യു.